ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കുംഭമേളയെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിലെ പരമ പവിത്രമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. പ്രത്യേകിച്ച് കേരളത്തിലായതുകൊണ്ട് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന മഹാപുണ്യക്ഷേത്രം. വ്രതമെടുത്ത് നിഷ്ഠയോടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ കനിവോടെ നൽകി അനുഗ്രഹിക്കുന്ന ലോകത്തിലെ അപൂർവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണൻ സാത്വിക ദേവനാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ മാത്രം ഉപാസിക്കുന്നവർ ശുദ്ധമായ ജ്ഞാനമുള്ളവരും പരിശുദ്ധ ഹൃദയമുള്ളവരുമായിരിക്കും. യാതൊരു സംശയവും വേണ്ട. പറയാൻ പോകുന്നത് ഗുരുവായൂർ കുംഭമേളയെക്കുറിച്ചാണ്. ഈ വർഷത്തെ പ്രയാഗ്രാജ് കുംഭമേള മലയാളികൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത കുംഭമേളയാണ്. തീർത്ഥസ്നാനങ്ങളുടെ പുണ്യവും മഹത്വവും മലയാളികൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ്. ഈ വർഷം മാർച്ച് 10-ാം തീയതി കൊടിയേറ്റത്തോടെ ഭഗവാന്റെ തിരുവുത്സവം തുടങ്ങുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച രാത്രിയാണ് ഗുരുവായൂരപ്പൻ്റെ ആറാട്ട്. ഭൂലോക വൈകുണ്ഠ പുരവാസനായ ആദിനാരായണൻ ശ്രീകൃഷ്ണ രൂപത്തിൽ പരമശിവനും ഋഷിമാരായ പ്രജേതസ്സുകളും ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്ത് പുണ്യം വരുത്തിയ രുദ്രതീർത്ഥകുളത്തിൽ സ്നാനം ചെയ്യുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദിവ്യ ശരീരം സ്നാനം ചെയ്ത രുദ്രതീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നൂറ്റാണ്ടുകളായി സ്നാനം ചെയ്ത് വരാറുള്ളത്. കാരണം സ്വർഗത്തിലെ ആകാശ ഗംഗയും ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയ ഭാരതത്തിലെ സകല പുണ്യനദികളുടെയും സാന്നിധ്യം ഗുരുവായൂരപ്പൻ ആറാട്ടിനൊരുങ്ങുന്ന രുദ്ര തീർത്ഥക്കുളത്തിൽ ഉണ്ടാകും. ശ്രീകൃഷ്ണൻ്റെ ദിവ്യ സ്നാനത്തെ ദർശിക്കുവാനും പങ്കുകൊള്ളുവാനും ദേവലോകത്തെ ദേവഗണങ്ങളുടെയും സാന്നിധ്യം അന്ന് ഗുരുവായൂരിൽ ഉണ്ടായിരിക്കും. ആസ്ട്രോളജിക്കലി ഇടവ സംക്രാന്തി വരെ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും രാശി സ്ഥിതികൾ കുംഭമേള സംബന്ധമായ പുണ്യ സ്നാനങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സമയത്ത് പുണ്യ നദികളിലും ദിവ്യങ്ങളായിട്ടുള്ള ക്ഷേത്ര കുളങ്ങളിലും സ്നാനം ചെയ്ത് പാപങ്ങളെ കളഞ്ഞ് പുണ്യം നേടുവാൻ ഏറ്റവും മികച്ച സമയമാണ്. കേരളത്തിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അതാത് ദേവന്മാരുടെ ഉത്സവങ്ങളും ആറാട്ടുകളും നടക്കുന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥകുളത്തിലെ ആറാട്ട് സ്നാനം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം ഉള്ളതാണ്. കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ സ്നാനത്തിന് ശേഷം ഭഗവാന്റെ ദിവ്യ ചൈതന്യം രുദ്രതീർത്ഥകുളത്തിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഭക്തജനങ്ങൾക്ക് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധിയും പുണ്യവും സൗഭാഗ്യങ്ങളും ജീവിതത്തിലെ സകല മേഖലകളിലും ഒരു പൂർണ്ണതയും രുദ്രതീർത്ഥകുളത്തിലെ സ്നാനത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കുംഭമേളയിൽ സ്നാനം ചെയ്തതിൻ്റെ പുണ്യഫലമായി ഭാരതത്തിലെ എല്ലാ പൂർണ്ണ കുംഭമേളകളിൽ സ്നാനം ചെയ്യുവാനും മഹാഗുരുക്കന്മാരുടെ ശിക്ഷണം ലഭിക്കുവാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2010 ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൽ സ്നാനം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ഹരിദ്വാറിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ദിവ്യ ദർശനങ്ങളും അനുഭവങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായത്. ക്രിയായോഗ ധ്യാനത്തിലൂടെ ഗുരുവായൂരപ്പൻ്റെ അനേകം ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭഗവാൻ നൽകിയ ചെറിയ ഒരു ദർശന അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലാണ് രംഗം. ശ്രീകൃഷ്ണൻ കാർമേഘ വർണ്ണനായി ഓടക്കുഴലൂതി ചിരിച്ചു നിൽക്കുന്നു. ശ്രീകോവിലിൻ്റെ ചുറ്റും നിറയെ ദേവന്മാരും ഋഷിമാരും അവരുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കാതെ തൊഴുകയോടെ ഭഗവാനെ നോക്കി നിൽക്കുന്നു. മനുഷ്യരായ ഭക്തജനങ്ങളും ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഭഗവാൻ കാർമേഘ വർണ്ണനായ കോമള രൂപത്തിൽ നിന്ന് നീലാഞ്ജന ശിലയിലെ അലങ്കാരങ്ങളോടുകൂടിയ ഭഗവൽ വിഗ്രഹമായി പൂർവ്വസ്ഥിതിയിലേക്ക് മാറി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ദേവസ്വരൂപം ശ്രീകോവിലിലേക്ക് ഗുരുവായൂരപ്പനെ നോക്കി 2 വരികളുള്ള ഒരു ഗാനം 3 തവണ പാടി. ആ ഗാനം ഇപ്രകാരമായിരുന്നു:
എൻ മുകിൽ വർണ്ണനെ കണ്ടോട്ടെ, കാർമുകിൽ വർണ്ണനെ കണ്ടോട്ടെ. എൻ മുകിൽ വർണ്ണനെ കണ്ടോട്ടെ, കാർമുകിൽ വർണ്ണനെ കണ്ടോട്ടെ. എൻ മുകിൽ വർണ്ണനെ കണ്ടോട്ടെ, കാർമുകിൽ വർണ്ണനെ കണ്ടോട്ടെ. ഇപ്രകാരമായിരുന്നു ആ ഗുരുവായൂരപ്പ ദർശനം. ഇത്തരത്തിലുള്ള നയനമനോഹരങ്ങളായിട്ടുള്ള ദർശനങ്ങളും അനുഭവങ്ങളും ക്രിയായോഗ ധ്യാനത്തിലൂടെ മാത്രമേ എളുപ്പത്തിൽ സാധ്യമാകുകയുള്ളൂ. ലളിതവും ഉത്തമവുമായിട്ടുള്ള ക്രിയായോഗ ധ്യാനം ദിവസവും അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും യഥാർത്ഥ ഈശ്വര അനുഭവങ്ങൾ ഉണ്ടാകും. ക്രിയായോഗ ധ്യാനം പഠിക്കുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് സ്നാനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം തത്സത്.